ക്യാമ്പിന്റെ യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ആവറേജ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് എ പേഴ്സൺ ട്രാവൽ ഫ്രം ഹോം ടു മാർക്കറ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h ആൻഡ് ബാക്ക് ടു ഹോം അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h, വാട്ട് ഇസ് ദ ആവറേജ് സ്പീഡ്? ഓക്കെ, അപ്പൊ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണത്. അപ്പൊ നമുക്കറിയാം, ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ടൈം പറഞ്ഞിട്ടില്ല. അയാള് മാർക്കറ്റിലേക്ക് യാത്ര ചെയ്ത വേഗതയും തിരിച്ച് വീട്ടിലേക്ക് വന്ന വേഗതയുമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതായത് തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരാശരി വേഗത കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 2ab ഡിവൈഡഡ് ബൈ a + b. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ശരാശരി വേഗത കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ് 2 ഇൻറ്റു അങ്ങോട്ട് പോയ വേഗത എത്രയാണ്? 10 km/h ഇൻറ്റു തിരിച്ചു വന്ന വേഗത എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 10 + 15 25. ഓക്കെ, നമുക്ക് ഇനി വെട്ടി ചെയ്യാം. 15 നമുക്ക് വെട്ടാം. 5 കൊണ്ട് വെട്ടിയാൽ 3 തവണയും 25 നമുക്ക് എത്രയാണ്? 5 തവണയും. ഈ 5 കൊണ്ട് നമുക്ക് 10 വെട്ടാലോ? 2 2 × 2 4 4 3 12 km/h എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ 2ab ഡിവൈഡഡ് ബൈ a + b എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ശരാശരി വേഗത കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഓഡ് വണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫൈൻഡ് ദ ഓഡ് വൺ. ഓക്കെ, 4 മാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ജൂലൈ. ഓക്കെ, നമ്മൾ സാധാരണ മാസങ്ങൾ തരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ മാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതിൽ ദിവസങ്ങളുടെ എണ്ണം നോക്കിയിട്ട് ഒറ്റയെണ്ണം കണ്ടെത്താറുണ്ട്. 30 ദിവസങ്ങളും 31 ദിവസങ്ങളും. മിക്കവാറും ചോദ്യങ്ങളിൽ 3 മാസങ്ങളും 30 ദിവസം ഉള്ളത്, ഒരെണ്ണം 31 അങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മാസം നമുക്കറിയാം. ഏപ്രിൽ മാസം എത്ര ദിവസമേ ഉള്ളൂ? 30 ദിവസങ്ങളേ ഉള്ളൂ. മെയ് മാസം നമുക്കറിയാം 31 ദിവസങ്ങളുണ്ടാവും. സെപ്റ്റംബറും 30 ദിവസങ്ങളേ ഉള്ളൂ. എന്നാൽ ജൂലൈ മാസം 31 ദിവസങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ദിവസങ്ങളുടെ എണ്ണം വെച്ചിട്ട് ഒരു ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മറ്റെന്തെങ്കിലും മെത്തേഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ഇവിടെ ദിവസങ്ങളുടെ എണ്ണം വെച്ചിട്ടല്ല എങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളാണുള്ളത്, അല്ലെ? 12 മാസങ്ങളിൽ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് എത്രാമത്തെ മാസമാണ്? 4ാമത്തെ മാസമാണ്. മെയ് എന്ന് പറയുന്നത് 5ാമത്തെ മാസമാണ്. സെപ്റ്റംബർ എന്ന് പറയുന്നത് 9ാമത്തെ മാസവും ജൂലൈ എന്ന് പറയുന്നത് 7ാമത്തെ മാസവുമാണ്. അപ്പോൾ നമുക്കറിയാം 4, 5, 9, 7 ഈ സംഖ്യകളിൽ ഒറ്റയാൻ ആരായിരിക്കും? തീർച്ചയായിട്ടും 4 ആയിരിക്കും, അല്ലെ? കാരണം എന്തുകൊണ്ടാണ്? 4 മാത്രം ഒരു ഈവൻ നമ്പറാണ്, ബാക്കിയെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏപ്രിൽ മാസം, 4ാമത്തെ മാസമായ ഏപ്രിലും നമുക്ക് ഒറ്റയാനാക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ജാനുവരി 3rd, 2017 വാസ് സൺഡേ. വാട്ട് ഡേ ഈസ് ജാനുവരി 10th, 2018? കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ജനുവരി 2017 ജനുവരി മാസം 3-ാം തീയതി ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 2018 ജനുവരി 10 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ഡിസംബർ 31 റൂൾ വെച്ച് ചെയ്യാം. ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസത്തിലായിരിക്കും. അതായത് നമുക്ക് അറിയാം 2026 ഇപ്പോഴത്തെ വർഷം, അല്ലെ? 2026 ഒരു സാധാരണ വർഷമാണ്, നോർമൽ ഇയർ ആണ്, അല്ലെങ്കിൽ ഒരു ഓർഡിനറി ഇയർ ആണ്. ഈ വർഷം തുടങ്ങിയത് നമുക്കറിയാം ഒരു വ്യാഴാഴ്ചയിലാണ് തുടങ്ങിയിരിക്കുന്നത്, അല്ലെ? എന്നാൽ അവസാനിക്കുന്നതോ അതും ഒരു വ്യാഴാഴ്ച തന്നെ ആയിരിക്കും. എല്ലാ സാധാരണ വർഷങ്ങളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസത്തിലായിരിക്കും. എന്നാൽ അതിവർഷങ്ങളാണെങ്കിലോ തുടങ്ങുന്നതിന്റെ തൊട്ടടുത്ത ദിവസത്തിലായിരിക്കും അവസാനിക്കുക. നമുക്കറിയാം 2024 എന്ന് പറയുന്ന ഒരു വർഷം തുടങ്ങിയത് 2024 ജനുവരി 1 ഒരു തിങ്കളാഴ്ചയായിരുന്നു. എന്നാൽ 2024 അവസാനിച്ചത്, അതായത് ഡിസംബർ 31 എന്ന് പറയുന്നത് ഒരു ചൊവ്വാഴ്ചയിലായിരുന്നു. അപ്പോൾ അതിവർഷങ്ങൾ തുടങ്ങുന്നതിന്റെ തൊട്ടടുത്ത ദിവസത്തിലായിരിക്കും അവസാനിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഡേറ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനുവരി 3 തന്നിരിക്കുന്നത്. ഇപ്പൊ 2017 ജനുവരി 3 തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ജനുവരി 1 കണ്ടുപിടിക്കണം. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ജനുവരി 1 കണ്ടുപിടിക്കുക. ജനുവരി 3 സൺഡേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ജനുവരി 3 ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ 2-ാം തീയതി എന്തായിരിക്കും? സാറ്റർഡേയും. 1-ാം തീയതി എന്തായിരിക്കും? ഫ്രൈഡേയും ആയിരിക്കും, അല്ലെ? ഫ്രൈഡേ ആണ്. ഓക്കെ, ഫ്രൈഡേ ആണ്. അപ്പൊ 2007 ജനുവരി 1 ഫ്രൈഡേ ആണെങ്കിൽ നമുക്കറിയാം 2007 എന്ന് പറയുന്ന ഒരു നോർമൽ ഇയർ ആയതുകൊണ്ട് തന്നെ 2017 ഡിസംബർ 31-ാം തീയതി എന്തായിരിക്കും? അതും ഒരു ഫ്രൈഡേ തന്നെ ആയിരിക്കും, അല്ലെ? ഓക്കെ,
ഇനി നമ്മൾ 2018 വന്നാൽ 2018 ജനുവരി 1-ാം തീയതി എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ജനുവരി 1 അല്ല 10-ാം തീയതി ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ജനുവരി 1 സാറ്റർഡേ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? +7, 7 കൂട്ടിയാൽ 8 സാറ്റർഡേ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9-ാം തീയതി സൺഡേയും 10 എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇതൊന്നുകൂടെ നോക്കാം. അതായത് 2017 നമുക്ക് ഡേറ്റ് തന്നിരിക്കും ജനുവരി 3 ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. സൺഡേ വെച്ച് ഈ ചോദ്യം മുന്നോട്ട് ചെയ്യരുത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2017 ജനുവരി 1 കണ്ടുപിടിക്കുക. ജനുവരി 1 എന്തായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. 2017 ഒരു സാധാരണ വർഷമായതുകൊണ്ട് തന്നെ അവസാനിക്കുന്നതും ഫ്രൈഡേയിൽ തന്നെ ആയിരിക്കും. അതായത് ഡിസംബർ 31 ഫ്രൈഡേയിലായിരിക്കും. ഇനി 2018 വന്നാൽ ജനുവരി 1 സാറ്റർഡേ, ശനിയാഴ്ച ആയിരിക്കും. നമുക്കറിയാം 1 സാറ്റർഡേ ആണെങ്കിൽ അടുത്ത സാറ്റർഡേ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? +7 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് +7 ചെയ്തപ്പോൾ 8 സാറ്റർഡേ ആണെന്ന് കിട്ടും. 9 സൺഡേയും 10 എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. തിങ്കളാഴ്ചയാണ് നമ്മൾ ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. Today's Monday, which day will be the 80th day എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ്. 80ാമത്തെ ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആ വാക്ക് ശ്രദ്ധിച്ചോ. 80th day എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 80ാം ദിവസം. ഈ ടൈപ്പിൽ 3 തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. 80ാം ദിവസം ചോദിക്കാറുണ്ട്, 80 ദിവസം കഴിഞ്ഞാലെന്ന് ചോദിക്കാറുണ്ട്, 80 ദിവസങ്ങൾക്ക് മുൻപ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 80ാം ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ടുഡേ എന്ന് പറയുന്നത് എന്താണ്? മൺഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് മൺഡേ എന്ന് പറയുമ്പോൾ ഓർത്തേക്കണം 1ാമത്തെ ദിവസം തിങ്കളാഴ്ചയാണെന്ന് എടുത്തേക്കണം. ഇപ്പൊ ചിലർ വിചാരിക്കാറുണ്ട് ഇന്ന് തിങ്കളാഴ്ചയല്ലേ 80ാം ദിവസം എന്ന് പറയുമ്പോൾ നാളെ തൊട്ട് കൗണ്ട് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇന്ന് തൊട്ട് കൗണ്ട് ചെയ്യണം. ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞാൽ 1ാമത്തെ ദിവസമാണ് തിങ്കൾ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞാൽ 1ാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. നമുക്ക് എത്രാം ദിവസം കണ്ടുപിടിക്കാനുള്ളത്? 80ാമത്തെ ദിവസം അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ 1ാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. നമുക്ക് എത്രാം ദിവസം കണ്ടുപിടിക്കണം? 80ാമത്തെ ദിവസം കണ്ടുപിടിക്കണം. ആദ്യത്തെ ദിവസം നമുക്ക് അറിയാലോ തിങ്കളാഴ്ചയാണെന്ന്. ബാക്കി 80ലേക്ക് എത്ര ദൂരമുണ്ട്? 79 ദിവസങ്ങൾ. അല്ലെങ്കിൽ 80 നിന്ന് 1 കുറച്ച് 79. ആ 79 എന്ത് ചെയ്യുക? 7 കൊണ്ട് ഹരിക്കുക. നമുക്കറിയാം 11 × 7 77 പോയിട്ട് ബാക്കി ശിഷ്ടം എത്രയുണ്ട്? 2. ഈ 2 എന്ത് ചെയ്യണം? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മൺഡേയുടെ കൂടെ കൂട്ടണം. അപ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായാലും 80 ഹരിക്കരുത്. 1ാമത്തെ ദിവസം മൺഡേ ആണ്. അപ്പൊ 1ാമത്തെ ദിവസം നമുക്ക് മൺഡേ ആണെന്ന് അറിയാം. ബാക്കി 80ാം ദിവസം, 80ലേക്ക് 79 ദിവസങ്ങളുണ്ട്. ആ 79 വേണം. എന്ന് പറഞ്ഞാൽ 80 നിന്ന് 1 കുറച്ച് 79. ഇപ്പൊ 100ാം ദിവസമാണ് ചോദിക്കുന്നതെങ്കിൽ 100 നിന്ന് 1 കുറച്ച് 99 ഹരിക്കുക. 79 7 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ശിഷ്ടം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടുഡേ ഇസ് വെനസ്ഡേ. വാട്ട് ഡേ വിൽ ബി ആഫ്റ്റർ 80th day? അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. 80 ദിവസങ്ങൾ കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു വാക്കുണ്ട് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു വാക്ക് കിടപ്പുണ്ട്. അപ്പൊ കഴിഞ്ഞാൽ, ശേഷം, ആഫ്റ്റർ ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ ചോദ്യത്തിലുള്ള സംഖ്യയെ മുഴുവനായിട്ട് ഹരിച്ചേക്കണം. മറന്നുപോരുത്. 80ാം ദിവസം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഹരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 80ാം ദിവസം കണ്ടുപിടിച്ചാൽ പോരാ, 80 ദിവസം കഴിഞ്ഞാലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 80 ദിവസം കണ്ടുപിടിച്ചിട്ട് അതിന് തൊട്ടടുത്ത ദിവസമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഫ്റ്റർ എന്നുള്ള വാക്കുള്ള ചോദ്യങ്ങളിൽ എന്ത് ചെയ്യണം? ചോദ്യത്തിലുള്ള സംഖ്യയെ മുഴുവനായിട്ട് അങ്ങ് ഹരിച്ചേക്കണം. അതായത് 80നെ തന്നെ ഹരിക്കാം. അതുപോലെ കഴിഞ്ഞാലെന്നുള്ള വാക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യത്തിലുള്ള സംഖ്യയെ പൂർണ്ണമായിട്ട് ഹരിക്കുക. 80നെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്കറിയാം 11 7 77. റിമൈൻഡർ എത്ര വരും? 3 വരും. ഈ 3 എന്ത് ചെയ്യണം? ചോദ്യത്തിലുള്ള വെനസ്ഡേയോട് കൂട്ടുക. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇവിടെയും ഓപ്ഷൻ ബി തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സാറ്റർഡേ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞാലെന്നുള്ളൊരു വാക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തായാലും 80ാം ദിവസം കണ്ടുപിടിച്ചാലും വീണ്ടും അതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും? +1 ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 80നെ തന്നെ നേരെ അങ്ങ് ഹരിക്കുക കേട്ടോ. 80 1 കുറച്ച് ആദ്യം 1 കുറച്ച് 79നെ ഹരിച്ചിട്ട് പിന്നെ നമ്മൾ 80ാം ദിവസം കണ്ടുപിടിച്ചിട്ട് അവസാനം വീണ്ടും ഒരു 1 കൂടെ പ്ലസ് ചെയ്യേണ്ടി വരും. കാരണം കഴിഞ്ഞാൽ 80 ദിവസം കഴിഞ്ഞാലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 1 കുറച്ച് വീണ്ടും അവസാനം 1 കൂട്ടുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 80നെ തന്നെ. അപ്പൊ കഴിഞ്ഞാലെന്നുള്ള വാക്കുണ്ടെങ്കിൽ ചോദ്യത്തിലുള്ള സംഖ്യയെ പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് ഹരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? സാറ്റർഡേ ആയിട്ട് വരും. അടുത്ത ചോദ്യം. ഓക്കെ, ഇതും കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇഫ് 4 dates in a calendar are squared and the sum of their dates is 28, what is the largest number and smallest number എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇത് SCRT ക്വസ്റ്റ്യൻ ആണ് ശരിക്കും.
അതായത് ഒരു കലണ്ടറിലെ 4 തീയതികളെ ചേർത്ത് ഒരു സമചതുരം നിർമ്മിച്ചപ്പോൾ അതിലെ തീയതികളുടെ തുക എന്ന് പറയുന്നത് 28 എങ്കിൽ അതിലെ വലിയ തീയതിയും ചെറിയ തീയതിയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു കലണ്ടറിലെ 4 തീയതികളെ ചേർത്ത് ഒരു സമചതുരം നിർമ്മിച്ചു. അതിലെ തീയതികളുടെ തുക പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 28 ആണ് അല്ലെ. നമുക്ക് പല മെത്തേഡ് ചെയ്യാം. ഓപ്ഷനിൽ നിന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എക്സ് മെത്തേഡ്, നമ്മുടെ SCRT പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ ഡേറ്റിന് നമ്മൾ എക്സ് ആക്കി എടുക്കുക. ഇവിടുത്തെ ഡേറ്റ് എത്രയായിരിക്കും? x+1 ആയിരിക്കും. ഇവിടുത്തെ ഡേറ്റ് എത്രയായിരിക്കും? x+, ഇതൊരു ബുധനാഴ്ച ആണെങ്കിൽ അടുത്ത ബുധനാഴ്ച x+7 ആയിരിക്കും. ഇതെന്താണ്? x+8 ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. x+1+, x+7+, x+8 28 എന്ന് വെച്ച് സോൾവ് ചെയ്യാം. അതിൽ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. നമുക്ക് എത്ര ഡേറ്റുകളെയാണ്? 4 ഡേറ്റുകൾ ചേർത്തല്ലേ ഒരു സമചതുരം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ തുക പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 28 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എളുപ്പം ചെയ്യാനായിട്ട് നമുക്ക് എക്സ് മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യാം. ആ തന്നിരിക്കുന്ന തുക എന്നുള്ളൂ 28. ഈ 28ന് എത്ര തീയതികളാണ് ചേർത്ത് സമചതുരം നിർമ്മിച്ചിരിക്കുന്നത്? 4 തീയതികളല്ലേ. അപ്പോൾ ആ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 4 തീയതികളെ ചേർത്താണ് സമചതുരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്കറിയാം 4 കൊണ്ട് ഹരിക്കുക. 28ന് 4 കൊണ്ട് ഹരിച്ച എത്രയായിരിക്കും? 7 ആണ് കിട്ടുന്നത്. ഇനി ഈ 7 എന്ന് പറയുന്ന ഡേറ്റ് നമ്മുടെ ഈ കോളങ്ങളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എന്നാലും ഇനി നമുക്ക് എന്താണ് ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ വലിയ തീയതി കണ്ടുപിടിക്കാനായിട്ട് ഈ കിട്ടിയ 7നോട് കൂടി 4 അങ്ങ് പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് വലിയ തീയതി കിട്ടി. ഇനി ചെറിയ തീയതി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 7ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ 3ഉം 11 ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം. സോ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ചെറിയ ഡേറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോളത്തിലായിരിക്കും. 3 ആണ് ഇവിടുത്തെ ഡേറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ x+1 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? x+7 എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 11 ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്കറിയാം എത്ര കിട്ടും? 28 കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 4 തീയതികളെ ചേർത്ത് ഒരു സമചതുരം നിർമ്മിച്ചു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന തുകയെ 4 കൊണ്ട് ഹരിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഈ കോളങ്ങളിലൊന്നും ഉണ്ടാവില്ല. ഇവിടെ 3ഉം 4ഉം 10ഉം 11ഉം ആണ് തീയതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ 7 എന്ന് പറയുന്ന ഡേറ്റ് ഈ കോളങ്ങളിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ കിട്ടിയ 7ൽ നിന്ന് വലിയ തീയതി കണ്ടുപിടിക്കാൻ 7നോട് കൂടി 4 കൂട്ടുകയും ചെറിയ തീയതി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ 7ൽ നിന്ന് 4 കുറയ്ക്കുകയും ചെയ്താൽ മതി. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഈ മോഡൽ ഏത് ചോദ്യം വന്നാലും ഇങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ കറുപ്പിക്കും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓപ്ഷനെ നോക്കുമ്പോൾ 3, 11 കിടപ്പുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് വലിയ തീയതിയും ചെറിയ തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. കാരണം വലുതും ചെറുതും ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് 11ഉം 3ഉം കറുപ്പിക്കാം. അല്ലാതെ ചെറുതും വലുതും അല്ല കറുപ്പിക്കേണ്ടത്. ചോദ്യത്തിൽ എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് തിരിച്ചു ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, ഇതിന് തന്നെ അടുത്തൊരു ചോദ്യം, കലണ്ടറിന് തന്നെ അടുത്തൊരു ചോദ്യമാണ്. ഓക്കെ, ഇഫ് 9 dates in a calendar are squared and the sum of the dates is 135, what is the largest number and the smallest number? ഓക്കെ, ഇതിന്റെ തന്നെ സെയിം ചോദ്യം തന്നെയാണ്. നമുക്കിവിടെ എന്താണ്? 9 തീയതികളെ ചേർത്ത് ഒരു സമചതുരം നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9 തീയതികളെ ചേർത്ത് ഒരു സമചതുരം നിർമ്മിച്ചു. അതിലെ തീയതികളുടെ തുക എന്ന് പറയുന്നത് എത്രയാണെന്ന്? 135 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വലിയ തീയതിയും ചെറിയ തീയതിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ 4 തീയതികളെ ചേർത്ത് ഒരു സമചതുരം നിർമ്മിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4 കൊണ്ട് ഹരിച്ചെടുത്ത് തുകയെ 4 കൊണ്ട് ഹരിച്ചിട്ട് 4 കൂട്ടുകയും 4 കുറയ്ക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ നമുക്ക് 9 തീയതികളെയാണ് ചേർത്തിരിക്കുന്നത്. 9 തീയതികളെ ചേർത്ത് ഒരു സമചതുരം നിർമ്മിച്ചപ്പോൾ നമുക്ക് തുക തന്നിരിക്കുന്നത് 135 ആണ്. ഈ തുകയെ നമ്മൾ സാധാരണ 4ന്റെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്തു? തുകയെ 4 തീയതികളെ ചേർത്ത് സമചതുരം നിർമ്മിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4 കൊണ്ട് ഹരിച്ചു. ഇവിടെ നമുക്ക് എന്താണ്? 9 തീയതികൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഹരിക്കാം. അപ്പൊ 9 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം എത്ര കിട്ടും? 15 ആണ് കിട്ടുന്നത്. 15 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി വലിയ തീയതി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 15ന്റെ കൂടെ 8 കൂട്ടുക. നമുക്ക് എത്ര കിട്ടും? 23 കിട്ടും. ചെറിയ തീയതി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 15ൽ നിന്ന് 8 മൈനസ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വ്യത്യാസമുണ്ട്. നമ്മൾ 4ന്റെ ആയപ്പോൾ എന്ത് ചെയ്തു? 4 കൊണ്ട് ഹരിച്ചിട്ട് 4 കൂട്ടുകയും 4 കുറക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് 9 കൊണ്ട് ഹരിച്ചിട്ട് 9 കൂട്ടുകയും 9 കുറക്കുകയും അല്ല ചെയ്യേണ്ടത്. പകരം എന്താണ്? 8 ആണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. 8 ആണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഒരിക്കലും 9 തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. 9 കൂട്ടിയാൽ എന്ത് സംഭവിക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ ഡേറ്റ് കണ്ടുപിടിച്ച് 7 അല്ലേ. അപ്പൊ ഇവിടെ 7 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ എത്രയായിരിക്കും? 8 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 9 ആയിരിക്കും. അപ്പൊ അടുത്ത എത്രയായിരിക്കും? സോറി, ചെറിയ തീയതി 7 ആണ്. 7, 8, 9. അടുത്ത എത്രയായിരിക്കും? 14, 15, 16. ഇവിടുത്തെ റേറ്റ് എത്രയായിരിക്കും? 21, 22, 23.
ഓക്കെ, 4 തീയതികളിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ തുകയെ ഹരിച്ചപ്പോൾ നമ്മൾ 28-ന് 4 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഡേറ്റ് 7. ഞാൻ പറഞ്ഞു ആ 4 കോളങ്ങളിലൊന്നും ആ ഡേറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 135-ന് നമ്മൾ 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 15 ആണ്. 15 എവിടെ വന്നിരിക്കുന്നു നോക്കി, മിഡിൽ കോളത്തിൽ വന്നു. കാരണം 4 കോളം എടുത്തു കഴിഞ്ഞാൽ ഒരു മിഡിൽ കോളം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാകത്തില്ല അല്ലെ. മിഡിൽ കോളം ഇതിന്റെ മിഡിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ 9 ആണെങ്കിലോ, 9-ന് ഒരു മിഡിൽ കോളം ഉണ്ട് അല്ലെ. ഈ കോളമാണ് മിഡിൽ കോളം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഹരിക്കുമ്പോൾ കിട്ടുന്ന നമ്പർ എവിടെ വരും, മിഡിലിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് കൂട്ടി നോക്കി നമുക്ക് 135 കിട്ടും. നമുക്കറിയാം ഈ കോളങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 15-ന്റെ കൂടെ നമ്മൾ 8 കൂട്ടിയതിന്റെ കാരണം നിങ്ങൾക്കറിയാം കലണ്ടറിൽ ഈ കോളങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രയായിരിക്കും. ഇതൊരു വെനസ്ഡേ ആണെങ്കിൽ അടുത്ത വെനസ്ഡേയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് +7 ആണെന്ന് നമുക്കറിയാം അല്ലെ. ഒരാഴ്ചയിലെ ഇപ്പൊ ഒരു തിങ്കളാഴ്ചയിലെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു ബുധനാഴ്ചയിലെ ഒരു ഡേറ്റ് അറിയാമെങ്കിൽ അടുത്ത ബുധനാഴ്ച എത്രാം തീയതിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഡേറ്റിനോട് കൂടി 7 പ്ലസ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കോളങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയിലെ അടുത്ത ഡേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, +7 ചെയ്യും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് അടുത്ത ചൊവ്വാഴ്ചയിലെ ഡേറ്റ് ചോദിച്ചാലോ, ബുധനാഴ്ചയാണ് നമ്മൾ +7 ചെയ്യും. അപ്പൊ അടുത്ത ചൊവ്വാഴ്ചയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, +6 ചെയ്യും. അപ്പൊ കലണ്ടറിലെ ഈ കോളങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രയായിരിക്കും, +6 ആയിരിക്കും. ഇനി നമുക്കറിയാം നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഇതൊരു ബുധനാഴ്ചയാണെങ്കിൽ അടുത്ത എന്താണ്, ഒരു വ്യാഴാഴ്ച കണ്ടുപിടിക്കണം അല്ലെ. ഈ കോളങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം ബുധനിൽ നിന്ന് ബുധനിലേക്ക് നമുക്ക് +7 ആണെങ്കിൽ ബുധനിൽ നിന്ന് വ്യാഴത്തിലേക്ക് എന്തായിരിക്കും, +8 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഈ കോളങ്ങൾ തമ്മിലുള്ള ബന്ധം ആണ് നമ്മൾ ഉത്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 9 പ്ലസ് ചെയ്യാത്തത്. 9 പ്ലസ് ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ സമതുലിതത്തിന്റെ പുറത്തുള്ള ഒരു ഡേറ്റ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, +8 ആണ് ചെയ്യേണ്ടത്, മറന്നുപോകരുത്. നമ്മുടെ വലിയ തീയതി എത്രയാണ്, 23-ഉം ചെറിയ തീയതി എത്രയാണ്, 7-ഉമാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്, 23-ഉം 7. ഓക്കെ, നമുക്ക് അടുത്ത പ്രശ്നം. ഓക്കെ, ഇതും കലണ്ടറിന്റെ ചോദ്യം തന്നെയാണ്. ഹൗ മെനി ഡേയ്സ് ആർ ദർ ബിറ്റ്വീൻ 50th February and 13th May 2020 അല്ലെ. അതായത് 2020 ഫെബ്രുവരി 5-നും മെയ് 13-നും ഇടയിൽ ബിറ്റ്വീൻ എന്നൊരു വാക്ക് കിടപ്പുണ്ട്. ശരിക്കും ആ വാക്കാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ എന്നൊരു വാക്ക് കിടപ്പുണ്ട്. ആ വാക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെബ്രുവരി 5 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മെയ് 13-ഉം കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ ഇടയിൽ വരുന്ന ദിവസങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇടയിൽ എന്നുള്ള വാക്ക് കിടക്കുന്നുണ്ട്. ആ 2 ഡേറ്റുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഫെബ്രുവരി 5-നും മെയ് 13-നും ഇടയിൽ നമുക്ക് ഫെബ്രുവരി, ആ വർഷം ശ്രദ്ധിക്കണേ, 2020 ആണ് വർഷം. 2020 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലീപ്പ് ഇയറിന്റെ പ്രത്യേകത എന്താണ്, ഫെബ്രുവരി മാസം എത്ര ഉണ്ടാവും, 29 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഫെബ്രുവരി 25 കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി മാസത്തിൽ 5 കൂട്ടരുത്, 5 കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ടാവും, ടോട്ടൽ 29 ദിവസങ്ങളല്ലേ. അപ്പൊ ബാക്കി 24 ദിവസങ്ങൾ ഉണ്ടാവും അല്ലെ. 5 കഴിഞ്ഞാൽ ബാക്കി 24 ആണ്. 24, 5, 29 അല്ലെ. ഓക്കെ, ഇനി ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ നമുക്കറിയാം 31 ദിവസങ്ങളുണ്ടാവും. 31 ദിവസങ്ങളുണ്ടാവും. ഏപ്രിൽ എത്രയുണ്ടാവും, 30 ആണ്. മെയ് എത്ര എടുക്കാം നമുക്ക്, 13-നും ഇടയിൽ എത്രയാണ്, 12 ദിവസങ്ങളെ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ 12 ദിവസങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫെബ്രുവരി മാസത്തിലെ 5-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ബാക്കി ദിവസങ്ങൾ എണ്ണം എടുത്തു. മാർച്ച്, ഏപ്രിൽ, മെയ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ, 97 ദിവസങ്ങളാണ് ആകെയുള്ളത്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട്. ഇത് കൃത്യമായിട്ട് കൂട്ടിയെടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇടയിൽ നിന്നാണോ കൊടുത്തിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം മാത്രം എഴുതുക കേട്ടോ. അപ്പൊ ഫെബ്രുവരി 5 കൗണ്ട് ചെയ്യരുത്. മെയ് 13-നും ഇടയിൽ 12 ദിവസങ്ങൾ എടുത്തിട്ടുള്ളൂ. 13-ാം തീയതി നമ്മൾ കൂട്ടിയിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, ഹൗ മെനി ഡേയ്സ് ആർ ദർ ഫ്രം January 30 to August 3rd 2004 എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് 2004 ജനുവരി 30 മുതൽ ഓഗസ്റ്റ് 3 വരെ. ഓക്കെ, അപ്പൊ ജനുവരി 30 മുതൽ ഓഗസ്റ്റ് 3 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജനുവരി 30-ാം തീയതി തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 30-ാം തീയതി തൊട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളുണ്ടാവും, 2 ദിവസങ്ങളുണ്ടാവും അല്ലെ. ജനുവരി 30, 31, ജനുവരി മാസം 31 ദിവസങ്ങളാണല്ലോ ഉള്ളത്, നമുക്കറിയാം. ഓക്കെ, ഫെബ്രുവരി നമുക്കറിയാം എത്ര ദിവസങ്ങളുണ്ടാവും, 29 ദിവസങ്ങൾ നമുക്കുണ്ടാവും. ഓക്കെ, അടുത്തതുപോലെ തന്നെ മാർച്ചിൽ നമുക്ക് എത്ര ദിവസങ്ങളുണ്ടാവും, 31 ദിവസങ്ങളുണ്ടാവും. ഏപ്രിൽ 30 ആയിരിക്കും. മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് എത്രയാണ്, ഓഗസ്റ്റ് 3.
ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു വാക്കിന് വ്യത്യാസമുണ്ട്, കാരണം നമുക്ക് ഇടയിലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫ്രം ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഫ്രം ടു, അതായത് ജനുവരി 30 മുതൽ ഓഗസ്റ്റ് 3 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ജനുവരി 30 തൊട്ടുണ്ട്, 30 അത് കഴിഞ്ഞാൽ നമുക്കറിയാലോ 30, 31 2 ദിവസങ്ങളാണ് ജനുവരി മാസത്തിലുള്ള. ഫെബ്രുവരിയിലെ മൊത്തം ദിവസങ്ങൾ എടുത്തു, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 വരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ 3 എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതിന് കലണ്ടർ എണ്ണുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, 29 2 കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം 31. ഒരു ദിവസം നമ്മൾ ബാക്കി നടത്തുന്നു, 30 എണ്ണി എടുക്കുക. 3, 6, 9, 12, 15, 18. അപ്പൊ 180 ആയി. 3, 1, 4, 1, 5, 1, 6, 1, 7, 187 ദിവസങ്ങൾ അല്ലെ, 187 ദിവസം. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ആ വാക്ക് ശ്രദ്ധിക്കണം, ഇടയിലാണോ അതോ മുതൽ വരെ എന്നാണോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജനുവരി 30 മുതൽ ഓഗസ്റ്റ് 3 വരെ എന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് January 12, 2010 is Monday, then what day is January 15, 2018 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അതായത് 2010 ജനുവരി 12 തിങ്കളാഴ്ചയാണെങ്കിൽ 2018 ജനുവരി 15 ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ചോദ്യം എടുത്തിരുന്നത് 2010 ജനുവരി മാസം 12-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? മൺഡേ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2018 ജനുവരി മാസത്തിലെ 15-ാം തീയതി. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റ് വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ ഡേറ്റ് വ്യത്യാസമില്ലെങ്കിൽ ജനുവരി 12 തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസം കൂടെ നമ്മൾ പെടുത്തിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ വർഷങ്ങൾ തമ്മിൽ, ഇവിടെ നമുക്ക് ഡിസംബർ 31 റൂൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, കാരണം ഇത്രയും വർഷത്തെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം നോക്കുക, ഈ ചോദ്യത്തിലുള്ള വർഷങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. 2010 നിന്ന് 2018 എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? 8 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്നാമത് എടുക്കേണ്ട എന്താണ്? ഈ വർഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഓക്കെ, അപ്പൊ ഒരു 2-3 വർഷത്തിലും മുകളിലായിട്ട് വ്യത്യാസമുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ആദ്യം ചോദ്യങ്ങൾ കൃത്യമായിട്ട് എടുത്തെഴുതുക. 2010 ജനുവരി 12 എടുത്തെഴുതുക. അതിനുശേഷം 2018 ജനുവരി 17 കൃത്യമായിട്ട് എടുത്തെഴുതിയ ശേഷം ആദ്യം വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8 വർഷത്തെ വ്യത്യാസമുണ്ട്. അതിനുശേഷം ഇതിനിടയിലുള്ള ഫെബ്രുവരി 29 എണ്ണ എടുക്കണം. അതായത് നമുക്കറിയാം 2012 ഫെബ്രുവരി 29 ഉണ്ടാവും, കാരണം 2012 ആണ് 10-ന് ശേഷം വരുന്ന ലീപ്പ് ഇയർ 12 ആണ്. അത് അവിടെ ഫെബ്രുവരി 29 ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത ലീപ്പ് ഇയർ വരുന്ന എപ്പോഴാണ്? 16-ലാണ്. അവിടെ എന്തുണ്ടാവും? ഫെബ്രുവരി 29 ഉണ്ടാവും. അപ്പൊ ഫെബ്രുവരി 29 എണ്ണ എത്രയാണ്? 2 പ്ലസ് അതിന്റെ കൂട്ടത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ഒരേ ഡേറ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, 8 + 2 10, 10-നെ 7 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം മൺഡേയോടെ കൂട്ടിയാൽ മതി. ശ്രദ്ധിച്ചോണേ, ഡേറ്റ് രണ്ടും സെയിം ആണെങ്കിൽ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഫെബ്രുവരി 29 എണ്ണവും കൂടെ എടുക്കുക, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക, എന്നിട്ട് അതിനെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അത് നമ്മൾ എന്തിനോട് കൂട്ടുക? മൺഡേയുടെ കൂടെ കൂട്ടുക. ഇതാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്? ഡേറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. മന്ത് വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ ചോദ്യത്തിലെ കാര്യങ്ങൾ കൂടും, കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മന്ത് സെയിം ആണ്, പക്ഷെ ഡേറ്റ് വ്യത്യാസമുണ്ട്. ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഈ ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12, 15. 15-ന് 12 കുറച്ച് നമുക്കറിയാം 3 ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ കൂടെ ഫെബ്രുവരി 29 എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിവർഷങ്ങളാണ് ഫെബ്രുവരി 29 ഉണ്ടാകുക, അതിന്റെ എണ്ണം കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ 10 കഴിഞ്ഞ് 10 ലീപ്പ് ഇയർ അല്ലെന്ന് നമുക്കറിയാം, 12 ലീപ്പ് ഇയർ ആണ്, 16 ലീപ്പ് ഇയർ ആണ്, അവിടെയെല്ലാം ഫെബ്രുവരി 29 ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കൂടെ നമ്മൾ ഇതിനോട് കൂട്ടുവാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എത്ര കിട്ടുന്നു? 13 ആണ് കിട്ടുന്നത്. 13-നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര വരും റിമൈൻഡർ? 6 ആണ് റിമൈൻഡർ വരുന്നത്. ഈ 6 മൺഡേയോട് കൂട്ടുക. ഓക്കെ, മൺഡേയോട് 6 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സൺഡേ എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഒരുപാട് വർഷത്തെ വ്യത്യാസമുണ്ട്, നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഫെബ്രുവരി 29 എണ്ണം. ഡേറ്റ് വ്യത്യാസം ഇല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം എടുത്താൽ മതി. ഡേറ്റ് വ്യത്യാസമുണ്ട്, അതും കൂടെ കൂട്ടുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, അടുത്തത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അനു വെന്റ് 4 kilometers
to the north and then 7 kilometer to the east, then again went to 1 kilometer to the north and then 5 kilometer to east. How far is she from where he started his journey? ഓക്കെ, നമുക്ക് ഡയറക്ഷൻ ആണ്, നമുക്ക് നേരത്തെ ഡയറക്ഷൻ വരച്ചേക്കാം. ഓക്കെ, ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. നോർത്ത് നമുക്കറിയാം എവിടെയായിട്ട് ഈസ്റ്റ് ആയിരിക്കും, എന്താണ് വെസ്റ്റ് സൗത്ത്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്, അനു എന്ന് പറയുന്ന ഒരു കുട്ടി എന്താണ് 4 കിലോമീറ്റർ നോർത്തിലേക്ക് വടക്ക് ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം ആ കുട്ടി യാത്ര തുടങ്ങിയത് സെൻട്രൽ പോയിന്റിൽ നിന്നാണ്. ആ കുട്ടിയുടെ വീടായിരിക്കും ചിലപ്പോൾ, ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആ കുട്ടി യാത്ര ചെയ്യുവാണ്. 4 കിലോമീറ്റർ എങ്ങോട്ട് പോയി, വടക്ക് ദിശയിലേക്ക് പോയി. അപ്പൊ നമുക്കറിയാം ഇതാണ് വടക്ക് ദിശ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഒരു 4 കിലോമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. 4. അപ്പൊ ഇവിടുന്ന് ആ കുട്ടി ഇവിടം എത്തിയപ്പോൾ 4 കിലോമീറ്റർ ആയി. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോയി, 7 കിലോമീറ്റർ ടു ഈസ്റ്റ്, കിഴക്കോട്ട് പിന്നെ യാത്ര ചെയ്തു. അത് പറഞ്ഞാൽ ആ കുട്ടി ഇവിടുന്ന് എങ്ങോട്ട് പോയി, കിഴക്കോട്ട് 7 കിലോമീറ്റർ യാത്ര ചെയ്യുവാണ്. പിന്നെ അവിടെ നിന്ന് ആ കുട്ടി അങ്ങോട്ട് പോയി 1 കിലോമീറ്റർ ടു നോർത്ത്, വീണ്ടും വടക്കോട്ടാണ് 1 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലേക്ക് വരയ്ക്കണം. 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും എങ്ങോട്ട് പോയി, 5 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ കിഴക്കോട്ട് 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. കുട്ടി ഇവിടെ നിൽക്കുവാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്, യാത്ര തുടങ്ങി ഈ സ്ഥലത്ത് നിന്ന് കുട്ടി ഇപ്പോൾ എത്ര ദൂരം അകലെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ദൂരമാണ്. ഓക്കെ, നമുക്കറിയാം ഇതൊരു മട്ടത്രികോണത്തിന്റെ ഷേപ്പ് ആയിട്ടുണ്ടോ, ഇല്ല. അപ്പൊ നമുക്കിത് ചെയ്യാനായിട്ട് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെ മട്ടത്രികോണമാക്കിയിട്ട് പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മട്ടത്രികോണത്തിന്റെ ഷേപ്പ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഈ വശത്തെ ഒന്ന് ബന്ധിപ്പിച്ചാൽ പോരെ. ഇപ്പൊ ഒരു മട്ടത്രികോണം ആയില്ലേ നോക്കി. ഓക്കെ, മട്ടത്രികോണത്തിന് നമുക്കറിയാം നമുക്ക് ഏത് വശം, ഈ വശമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ വശത്ത് നമ്മൾ എന്ത് പറയും, ഹൈപ്പോട്ടനീസ് അഥവാ കർണം എന്ന് പറയും അല്ലെ. ഇപ്പൊ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്കറിയാം കർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ പാദം എന്ന് പറയുന്നത് എത്രയാണ്, റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇതിന്റെ ബേസ് പാദം എത്രയാണ് വരുന്നത്, 4 അല്ല, ഇവിടെ നിന്ന് ഇവിടം വരെ ഇതാണ് പാദം അല്ലെ. നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാണ്, 4 ആണ്. ഇത് എത്രയാണ്, ഇവിടെ ഓപ്പോസിറ്റ് കിടപ്പുണ്ട്, അവിടെ 1 കിലോമീറ്റർ അല്ലേ. ഇവിടെ ഓപ്പോസിറ്റ് ഉള്ള അളവ് തന്നെ ഇവിടെ എടുത്ത് എഴുതുക. അപ്പോൾ 4 + 1 5 കിലോമീറ്റർ ആണെന്ന്, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ആണെങ്കിൽ 5 കിലോമീറ്റർ ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ലംബം എത്രയാണ് വരുന്നത്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം നമുക്കറിയാം, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 7 ആണ്. അപ്പോൾ 7ഉം 5ഉം കൂടെ കൂട്ടി 12. ഇതാണ് എന്ത്, ലംബമായിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ അല്ലെ. 12ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ്, 144 ആണ്. പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്, 25. അപ്പൊ റൂട്ട് 169 എത്രയാണ്, 13. കണ്ടോ, നമ്മുടെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ മിക്കവാറും ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനീസ് അഥവാ കർണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് അതിന്റെ പാദം എത്രയാണെന്ന് ലംബം എത്രയാണെന്ന് നോക്കുക. അത് നേരെ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്തേക്കണം. പിന്നെ അത് നമുക്ക് ഈ വശത്തെ ബന്ധിപ്പിച്ചാലും നമുക്കൊരു മട്ടത്രികോണം കിട്ടും കേട്ടോ. ഈ വശത്തെ ബന്ധിപ്പിച്ചാലും നമുക്ക് കിട്ടും. ഈ ദൂരം നമുക്കറിയാം 7 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര വരും, 7ഉം 5ഉം 12 ആണ്. ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം 4ഉം ഈ ദൂരം 1 ടോട്ടൽ 5 വരും കണ്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര കിട്ടി, 13 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം ഇതാണ്. എ മദർ ഡിവൈഡഡ് ₹10,000 between her 2 sons in the ratio of 2:3. What will be the amount received by both of them respectively? Okay, അപ്പൊ നമ്മൾ എന്താണ്, ഒരു അമ്മ 10,000 രൂപയാണ് അമ്മയുടെ കയ്യിലുള്ളത്. ആ 10,000 രൂപ അമ്മ എന്ത് ചെയ്തു, ആ മക്കൾക്ക് രണ്ടുപേർക്കും ഏത് അനുപാതത്തിൽ, 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അമ്മ, തുല്യമായിട്ടല്ല വിധിച്ചത്, 2:3 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് അമ്മ ആ തുക അവർക്കായിട്ട് വിധിച്ചത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, രണ്ടുപേർക്കും കിട്ടുന്ന എമൗണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ ആൾക്ക് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ആളുടെ റേഷ്യോ എത്രയാണ്, ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എത്രയാണ് റേഷ്യോയുടെ ടോട്ടൽ. ഈ മെത്തേഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. എക്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് എന്താണ്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തെ ആൾക്ക് കിട്ടുന്നതിന് 2x ആയിട്ടും രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്ന എമൗണ്ടിന് 3x ആയിട്ടൊക്കെ എടുത്ത് എക്സ് കണ്ടുപിടിച്ചൊക്കെ നമുക്ക് ചെയ്യാം. അതിൽ നേരെ അത്രയും പോകേണ്ട ആവശ്യമില്ല. അതായത് 10,000 രൂപയെ 5 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചതിൽ 2 ഭാഗം ആദ്യത്തെ ആൾക്കും
രണ്ടാമത്തെ ആൾക്ക് 3 ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ആളുടെ ഭാഗം കണ്ടുപിടിക്കുകയാണ്. 10,000 ഇൻറ്റു ആദ്യത്തെ ആൾക്ക് കിട്ടിയ എത്രയാണ്? 2 ഭാഗം അല്ലേ? 2 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഭാഗമായിട്ടാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ റേഷ്യോയുടെ ടോട്ടൽ എത്രയാണ്? 5. അപ്പൊ നമുക്കറിയാം എത്ര കിട്ടും? 10,000ത്തിന് 5 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്കറിയാം 2000. 2000 ഇൻറ്റു 2 എത്രയാണ്? 4000. അപ്പൊ ആദ്യത്തെ ആൾക്ക് 4000 കിട്ടി. രണ്ടാമത്തെ ആൾക്ക് സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും? 6000 ആയിരിക്കും കിട്ടുക. ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. 10,000 ഇൻറ്റു എത്രയാണ്? രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 5 എത്രയായിരിക്കും? 2000 ഇൻറ്റു 3 എത്രയാണ്? 6000. അപ്പൊ രണ്ടുപേർക്കും കിട്ടിയ എത്രയാണ്? ആദ്യത്തെ ആൾക്ക് 4000 രൂപയും രണ്ടാമത്തെ ആൾക്ക് 6000 രൂപയും. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതാണ്? ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ എക്സിറ്റ് ഒക്കെ ചെയ്യാറുണ്ട്, എക്സ് മെത്തേഡിലൊക്കെ അത് ചെയ്യാം. എന്ന് പറഞ്ഞാലും ആദ്യത്തെ ആൾക്ക് കിട്ടിയത് 2x ആയിട്ടും രണ്ടാമത്തെ ആൾക്ക് 3x ആയിട്ടും. അപ്പോൾ 2x 3x കൂടെ ചേർന്ന് 5x ആണ് 10,000. അപ്പൊ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 10,000 ഡിവൈഡഡ് ബൈ, അങ്ങനെ നമുക്ക് ആ ഒരു മെത്തേഡിലും ചെയ്യാം. 5 2000 കിട്ടും. അത് ആദ്യത്തെ ആളുടെ എത്രയായിരുന്നു? 2x ആണെങ്കിൽ എക്സിന്റെ വാല്യൂ അങ്ങ് അപ്ലൈ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. അതിൽ എളുപ്പമായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. If ABC divide rupees 4,500 in the ratio of 1:3:2, how much rupees will be get എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് 4,500 രൂപയാണ് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 4,500 രൂപ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3 പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1:3:2 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ഭാഗമായിട്ടാണ് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. 6 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 ഭാഗമാണ് ബിക്ക് കിട്ടുന്നത്. ആദ്യത്തെ എ എന്ന് പറയുന്ന ആൾക്ക് കിട്ടുന്നത് എത്രയാണ്? 1 ഭാഗവും. ബി എന്ന് പറയുന്ന ആൾക്ക് 3 ഭാഗവും. സി എന്ന് പറയുന്ന ആൾക്ക് എത്രയാണ്? 2 ഭാഗവും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇൻറ്റു എത്രയാണ്? ബിയുടെ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ 3 ഭാഗം കിട്ടിയ ആൾക്ക് ടോട്ടൽ എത്ര കിട്ടിയെന്നാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പൊ ടോട്ടൽ എത്ര ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? റേഷ്യോന്റെ ടോട്ടൽ എത്രയാണ്? 6 ഭാഗം. 4,500 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം എത്ര കിട്ടും? 750 ആണ്. 750 × 3 2250. ഓക്കെ, നമുക്ക് എത്ര കിട്ടും? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരും. ഓക്കെ, 2250. ഓക്കെ, അടുത്ത ചോദ്യം വർക്ക് ആൻഡ് ടൈമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 10 people complete the work in 16 days for 5 hours each. If 20 people work for 8 hours each, in how many days will it be complete എന്നാണ് ചോദ്യം അല്ലെ. അതായത് 10 ആളുകൾ 16 ദിവസം 5 മണിക്കൂർ വീതം ചെയ്തു തീർക്കുന്ന ജോലി 20 ആളുകൾ 8 മണിക്കൂർ വീതം ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാനാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഈ ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? M1 D1 T1 അല്ലെ. എത്ര മെമ്പേഴ്സ്, ഡേയ്സ്, ടൈം. D1 അല്ലെങ്കിൽ H1 ഒക്കെ എടുക്കാറുണ്ടെന്നാണ് കുഴപ്പമില്ല. M2 D2 T2 ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ ഈ ചോദ്യത്തിന്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. M1 D1 T1 is equal to M2 D2 T2. ചില ചോദ്യങ്ങൾ ടൈം ഉണ്ടാകത്തില്ല. അപ്പൊ M1 D1 is equal to M2 D2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്കറിയാം M1 എന്ന് പറയുന്നത് എന്താണ്? 10 ആളുകൾ, അതാണ് M1. അതുപോലെ തന്നെ D1 എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 16 ദിവസം. ടൈം എത്രയാ പറഞ്ഞിരിക്കുന്നത്? എത്ര മണിക്കൂറാണ്? 5 മണിക്കൂർ വീതം ചെയ്തു തീർക്കുന്ന ജോലി. എന്താണ് നമുക്ക് M2 എത്ര തന്നിട്ടുണ്ട്? 20 ആളുകള് എത്ര ദിവസം കണ്ടുപിടിക്കണം? D2 നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എത്രയാണ് ടൈം? T2 പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 8 മണിക്കൂർ. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാമല്ലോ. M1 എന്ന് പറഞ്ഞ 10 ഗുണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? D2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പൊ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 10 ഗുണം 16 ഗുണം 5 ഈക്വൽ ടു എന്താണ്? M2 20 ഗുണം D2 ഇൻറ്റു ഇനി എന്താണ്? T2 തന്നിട്ടുണ്ട് 8. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? D2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10 ഗുണം 16 ഗുണം 5 ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കാനുള്ള ഭാഗത്ത് എടുത്ത് എന്താണ്? 20 ഗുണം 8. ഇനി നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 10 കൊണ്ട് നമുക്ക് എന്തിനെ കട്ട് ചെയ്യാം? 20നെ കട്ട് ചെയ്യാം. എത്രയാണ്? 2. ഈ 2 കൊണ്ട് നമുക്ക് എന്തിനെ കട്ട് ചെയ്യാം? 16നെ കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8. ഈ 8ഉം കൂടെ നമുക്ക് കട്ട് കളയാം. ബാക്കി എത്രയുണ്ട്? 5. അപ്പൊ എത്ര കിട്ടി? 5 ദിവസം ഒന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഈ ടൈപ്പ് ചോദ്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്തേക്കാം. ആദ്യത്തെ സെന്റൻസിലുള്ള കാര്യങ്ങൾ എടുത്ത് അങ്ങ് ഗുണിച്ചു വെച്ചേക്കാം. ആദ്യ സെന്റൻസിന് എന്തൊക്കെയാണെന്ന് നോക്കി. 10 ആളുകൾ എത്ര ദിവസം? 16 ദിവസം 5 മണിക്കൂർ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സെന്റൻസ് എന്തൊക്കെയുണ്ട്? 20 ആളുകൾ 8 മണിക്കൂർ. അങ്ങനെ ഇങ്ങനെ എഴുതി അങ്ങ് കട്ട് ചെയ്താൽ മതി. കണ്ടോ? 10 2 വരും, 2 8
എട്ടും കൂടെ കട്ടി പോകും, ബാക്കി 2 5 അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് ഗുണിച്ച് വെക്കുക, രണ്ടാമത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, അടിച്ചു വെക്കുക, അത്രേ ഉള്ളൂ, പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം തന്നെ ഇക്വേഷൻ പറഞ്ഞ പോലെ M1 D1 T1 = M2 D2 T2. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് ഡയറക്ഷന്റെ ചോദ്യം തന്നെയാണ്. Raman is standing facing northwest. First he turned 45 degree in the clockwise direction and again 135 degree in the same direction. Then he turned 90 degree in the anti-clockwise direction and again 180 degree in the same direction. Find the direction where Raman's facing എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഡയറക്ഷന്റെ നല്ലൊരു ചോദ്യമാണിത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കംപ്ലീറ്റ് ഡയറക്ഷൻ വരയ്ക്കണം ഈ ടൈപ്പ് ചോദ്യം ചെയ്യുമ്പോൾ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ, അതിൻ്റെ നമ്മൾ ഇതിനെ നടുക്കൂടെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, ഇതെന്താണ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, ഇവിടെ എന്താണ് സൗത്ത് വെസ്റ്റ്, ഇവിടെ എന്താണ് നോർത്ത് വെസ്റ്റ്. ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം അയാൾ നോർത്ത് വെസ്റ്റിൽ നിന്നാണ് യാത്ര തുടങ്ങിയെന്ന് പറയാം. ഇപ്പൊ അയാൾ നിൽക്കുന്ന സ്ഥലം എന്താണ് നോർത്ത് വെസ്റ്റ്, ഇവിടെ ആയിട്ടാണ് അയാൾ നിൽക്കുന്നത് അല്ലെ, നോർത്ത് വെസ്റ്റിൽ നിന്നാണ് അയാൾ യാത്ര തുടങ്ങുന്നത്. First he turned 45 degree in the clockwise direction. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന ദിശയിലേക്ക് നീങ്ങുന്നതിനാണ് നമ്മൾ ക്ലോക്ക് വൈസ് എന്നും, ആന്റി ക്ലോക്ക് വൈസ് എന്താണ് ക്ലോക്കിലെ സൂചിയെ വിപരീതമായിട്ട് സഞ്ചരിക്കുമ്പോൾ എന്തായിട്ട് മാറും, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ക്ലോക്കിലെ സൂചി സഞ്ചരിക്കുന്ന ദിശ എന്ന് പറഞ്ഞാൽ വലത്തോട്ട്, അതാണ് ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്താണ് ഇടത്തോട്ട്, ക്ലോക്കിലെ സൂചി സഞ്ചരിക്കുന്നതിന്റെ എതിർ ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് 45 ഡിഗ്രി. നമുക്കറിയാം ഒരു ഡയറക്ഷന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നോർത്തും ഈസ്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 ഡിഗ്രി അല്ലേ. നോർത്തും ഈസ്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. എന്നാൽ ഇതിന് നടുക്കൂടെ വരുന്ന ഡയറക്ഷനാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോർത്തും ഈസ്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നോർത്തും നോർത്ത് ഈസ്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, ഈ 90യുടെ നേരെ പകുതിയല്ലേ ഇത്. അപ്പൊ എത്രയായിരിക്കും, 45 ഡിഗ്രിയാണ്. അപ്പൊ നോർത്തും നോർത്ത് ഈസ്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. നോർത്ത് ഈസ്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇയാള് 45 ഡിഗ്രി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ വന്നത് ഇവിടെ എത്തുമ്പോൾ എത്ര ഡിഗ്രി ആവും, 45 ഡിഗ്രി ആവും അല്ലെ. നമ്മൾ പറഞ്ഞ ഇതിൽ 90 ഡിഗ്രിയാണ്, അതിന്റെ പകുതി 45 ഡിഗ്രി ഇവിടെ എത്തിയപ്പോ അല്ലെ. അപ്പോ 45 ഡിഗ്രി സഞ്ചരിച്ചു. പിന്നെന്താണ്, അഗൈൻ 135 ഡിഗ്രി ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞത് 135 ഡിഗ്രി അതേ ദിശയിൽ യാത്ര ചെയ്തു. അപ്പൊ അയാൾ ആദ്യം 45 ഡിഗ്രി ഇവിടെ എത്തി, ഇവിടെ നിന്ന് വീണ്ടും 135 ഡിഗ്രി സെയിം ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ വീണ്ടും 45ആയി, ഇവിടെ എത്തുമ്പോൾ 90ആയി, ഇവിടെ എത്തുമ്പോൾ എത്രയായി 135ആയി. ടോട്ടൽ 135 ഡിഗ്രി അല്ല കേട്ടോ. കാരണം എന്താണ്, ആദ്യം 45 ഡിഗ്രി അയാൾ സഞ്ചരിച്ചു, പിന്നീട് അവിടെ നിന്ന് എന്താണ് 135 ഡിഗ്രി ക്ലോക്ക് വൈസ് സെയിം ഡയറക്ഷനിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ അയാൾ ഇവിടെ എത്തി, നോർത്ത് വെസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റിലെത്തി. ഓക്കെ, ഇനി അയാൾ എങ്ങോട്ട് പോയി, then he turned 90 degree in the anti-clockwise direction. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ തിരിച്ച് സഞ്ചരിക്കാൻ പോവാണ്, ക്ലോക്കിലെ സൂചി തിരിയുന്നതിന്റെ എതിർ ദിശയിലേക്കാണ്, അതാണ് ആന്റി ക്ലോക്ക് വൈസ്. എത്രയാണ്, 90 ഡിഗ്രി. അപ്പൊ നമ്മളിത് ഈ വരെ കൂടെ തന്നെ വരയ്ക്കേണ്ട, വ്യത്യസ്ത മാറ്റി വരച്ചാൽ മതി. 90 ഡിഗ്രി അല്ലേ. ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എത്ര ഡിഗ്രി ആവും, 45 ആവും. ഇവിടെ എത്തുമ്പോൾ എത്രയാവും, 90 ഡിഗ്രി. അപ്പൊ എത്രയായി, നോർത്ത് ഈസ്റ്റിലെത്തിയ അയാള്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി, and again 180 degree in the same direction അല്ലെ, 180 degree in the same direction. ഓക്കെ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ 180 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറഞ്ഞത്. നമുക്കറിയാം 180 ഡിഗ്രികൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്പോഴും എതിർദിശകളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ് നിന്ന് ആരംഭിക്കുന്നത്, 180 ഡിഗ്രി സൗത്ത് വെസ്റ്റിലാണ് അവസാനിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ 45ആയി, ഇവിടെ എത്തുമ്പോൾ 90ആയി, ഇവിടെ എത്തുമ്പോൾ 135ആയി, ഇവിടെ എത്തുമ്പോൾ എത്രയായി, 180 ഡിഗ്രി ആയി. അപ്പൊ അയാൾ നിൽക്കുന്ന ദിശ ഏതാന്ന് നോക്കിയേ, സൗത്ത് വെസ്റ്റ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇടയ്ക്ക് ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്, CSB ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം. ആദ്യം 45 ഡിഗ്രി, അയാള് നോർത്ത് വെസ്റ്റ്. എവിടെ നിൽക്കുന്നത്, ഒരിക്കലും സെൻട്രലിൽ നിന്ന് വരച്ചു തുടങ്ങാൻ പറ്റത്തില്ല. അയാൾ നിൽക്കുന്ന ദിശ പറഞ്ഞിട്ടുണ്ട്, നോർത്ത് വെസ്റ്റിലാണ്. ആദ്യം 45 ഡിഗ്രി അങ്ങോട്ട് പോയി. ഇത് മൊത്തം വരയ്ക്കണം കേട്ടോ, നമ്മൾ ഡയറക്ഷൻ ആദ്യം കംപ്ലീറ്റ് വരയ്ക്കണം. കാരണം എന്നാലും മാത്രമേ നമുക്ക് 45 ഡിഗ്രി എണ്ണി വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എപ്പോഴും ഓർത്തേക്കണം, ഡയറക്ഷനിൽ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള ആംഗിളും ഈസ്റ്റ് സൗത്ത് തമ്മിലുള്ള ആംഗിളും സൗത്ത് വെസ്റ്റ് തമ്മിലുള്ള ആംഗിളും നോർത്തും വെസ്റ്റും തമ്മിലുള്ള ആംഗിളൊക്കെ എത്രയാണ്, 90 തന്നെയാണ് അല്ലെ. 90 വെച്ചിട്ടാണ്. അതിനിടയ്ക്ക് കൂടെ നമ്മൾ എന്താണ് നോർത്ത് ഈസ്റ്റ് വരയ്ക്കുന്നു. അപ്പോൾ എത്രയാണ്, നോർത്ത് ഈസ്റ്റ് നോർത്ത് തമ്മിലുള്ള ആംഗിൾ 45 ആയിട്ട് മാറും. നോർത്ത് ഈസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള ആംഗിൾ എത്ര തന്നെയാണ്, അതും 45 തന്നെയാണ്. അങ്ങനെ കംപ്ലീറ്റ് ഇതെല്ലാം കൂടെ 845 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ആദ്യം നമ്മൾ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ
ഇവിടുന്ന് അടുത്ത വരയിലേക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ നോർത്തിലേക്ക് എത്തിയാൽ മതി. ഇവിടുന്ന് ഇവിടെ എത്തുമ്പോൾ 45 പിന്നെ അവിടുന്ന് 135 ഡിഗ്രി ആണ്. അതിന്റെ ബാലൻസ് ആയിട്ട് വരയ്ക്കരുത്, വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. ഇവിടുന്ന് 145, 90, 135. അപ്പൊ അയാൾ സൗത്ത് ഈസ്റ്റിലെത്തി. പിന്നെ അവിടെ നിന്ന് അയാൾ എങ്ങോട്ട് പോവാണ്? അവിടെ നിന്ന് അയാൾ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അല്ലെ. 190 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരിച്ചു വരയ്ക്കണം. ഇവിടെ നിന്നിട്ട് അയാൾ അങ്ങോട്ട് പോയി നേരെ തിരിച്ച് 45, 90 ഇവിടെ എത്തുമ്പോൾ എത്രയായി? നോർത്ത് ഈസ്റ്റിൽ എത്തിയപ്പോൾ തന്നെ 90 ഡിഗ്രി ആയി. വീണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ അയാൾ എന്താണ് 180 ഡിഗ്രി സഞ്ചരിച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എത്തുമ്പോൾ 45, 90, 135, 180. അതായത് 180 ഡിഗ്രികൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന 180 ഡിഗ്രി ഇവിടെ അവസാനിക്കും, ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇവിടെ അവസാനിക്കും. നോർത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ അയാൾ നിൽക്കുന്ന ദിശ എന്താണ്? സൗത്ത് വെസ്റ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇത് റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. Raju is 20th from the right in a row and Raju is 50th from the left in that row. Then how many people are there in that row? ചോദിച്ചത് അല്ലെ. അതായത് രാജു എന്ന് പറയുന്ന ഒരു വരിയിൽ എന്താണ് വലതുവശത്ത് നിന്ന് 20ാം സ്ഥാനത്തും അതേ രാജു തന്നെ ഇടതുവശത്ത് നിന്ന് 15ാം സ്ഥാനത്തുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വരച്ചു നോക്കാം. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ വരച്ച് ചെയ്യണം നിർബന്ധമില്ലാത്തൊരു ചോദ്യമാണ്. നമുക്ക് ഒരാളുടെ തന്നെ ഒരു വരിയിലെ 2 സ്ഥാനങ്ങൾ തന്നിട്ട് ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നല്ലോ. ഇപ്പൊ ഒരാളുടെ തന്നെ ഒരു വരിയിലെ 2 സ്ഥാനങ്ങൾ തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? എളുപ്പം ചെയ്യാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ 2 സ്ഥാനം കൂടെ കൂട്ടുക. എത്രയാണ്? വലതുവശത്തു നിന്നുള്ള സ്ഥാനമായ 20 പ്ലസ് ഇടതുവശത്തു നിന്നുള്ള സ്ഥാനമായ 15 കൂടെ കൂട്ടുക. ഓക്കെ, ഇപ്പൊ 2 സ്ഥാനങ്ങൾ കൂട്ടുക. കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 34 കിട്ടും. ചെയ്യേണ്ട കാര്യം എളുപ്പത്തിൽ ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ഒരാളുടെ തന്നെ ഒരു വരിയിൽ 2 സ്ഥാനങ്ങൾ തന്നിട്ട് ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം വലതുവശത്തു നിന്നുള്ള സ്ഥാനമായ 20 അതുപോലെ തന്നെ ഇടതുവശത്തു നിന്നുള്ള സ്ഥാനമായ 15 തന്നിരിക്കുന്ന അയാളുടെ 2 സ്ഥാനങ്ങൾ കൂട്ടുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. ശരിക്കും നമ്മൾ ഈ 1 മൈനസ് ചെയ്യുന്ന എന്തിനാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം 20ാമത്തെ ആളെന്ന് പറയുന്ന ആരാണ്? രാജു ആണ്. 15ാമത്തെ ആളെന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? അതും രാജു തന്നെയാണ്. ഒരാളുടെ തന്നെ ഒരു വരിയിൽ 2 സ്ഥാനങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആകെ ഒരു രാജുവേ ഉള്ളൂ. അപ്പൊ എന്താണ്? 20ാമത്തെ ആളെന്ന് പറഞ്ഞ് കൂട്ടിയിരിക്കുന്ന രാജുവിനെ തന്നെയാണ്. 15ാമത്തെ ആളെന്ന് പറഞ്ഞ് കൂട്ടിയിരിക്കുന്ന ആരെ തന്നെയാണ്? രാജുവിനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 2 രാജുവില്ല, ആകെ ഒരു രാജുവല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഒരു രാജുവിനെ അങ്ങ് കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 34 കിട്ടുന്ന ഓപ്ഷൻ ഡി കിടപ്പുണ്ട് അല്ലെ, 34. ഓക്കെ, ഇനി നമുക്കിത് വരച്ചെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോ വലതുവശത്ത് നിന്ന് 20ാം സ്ഥാനത്താണ്. അപ്പൊ നമുക്കറിയാം രാജു, ഇതാണ് രാജു എന്ന് പറയുന്ന ആള്. 20ാം സ്ഥാനത്ത് നിൽക്കുന്ന ആള് രാജുവാണ്. അപ്പൊ നമുക്കറിയാം രാജു വലതുവശത്ത് നിന്ന് 20ാം സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ രാജുവിന്റെ വലതുവശത്ത് എത്ര പേരുണ്ടാവും? 19 പേരുണ്ടാവും അല്ലെ. ഒരാൾ 20ാം സ്ഥാനത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ 19 പേര് വലതുവശത്ത്, അയാളുടെ വലതുവശത്ത് ഉണ്ടാവും. 19 പേരെ കഴിഞ്ഞിട്ടാണ് അയാൾ എന്താ 20ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി ഇതേ രാജു തന്നെ ഇടതുവശത്ത് നിന്ന് എത്ര സ്ഥാനത്താണ്? 15ാം സ്ഥാനത്താണ്. അപ്പൊ ലെഫ്റ്റ് ഇതാണ്, ഇടതുവശത്ത് നിന്ന് 15ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുവാണ്. അപ്പൊ അയാളുടെ ഇടതുവശത്ത് എത്ര പേരുണ്ടാവും? 14 പേരുണ്ടാവും അല്ലെ. അപ്പൊ 14 പേരുണ്ടെങ്കിലാണ് അയാൾക്ക് 15ാം സ്ഥാനത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം രാജുവിന്റെ ഇടതുവശത്തുള്ളവരുടെ എണ്ണം എത്രയാണ്? വലതുവശത്തുള്ളവരുടെ എണ്ണം 19 ആണ്. ഇടതുവശത്തുള്ളവരുടെ എണ്ണം എത്രയാണ്? 14 ആണ്. പിന്നെ ആരും ഉണ്ട്? നമുക്ക് രാജുവിനെ കൂടെ കൂട്ടണ്ടേ? അതിന്റെ കൂട്ടത്തിൽ നമ്മൾ രാജുവിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ രാജുവിന്റെ വലതുവശത്തുള്ളവരുടെ എണ്ണവും ഇടതുവശത്തുള്ളവരുടെ എണ്ണവും കൂടെ കൂട്ടിയിട്ട് അതിന്റെ കൂട്ടത്തിലേക്ക് നമ്മുടെ രാജുവിനെ കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 34 കിട്ടും. ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഉത്തരം വരയ്ക്കണം, വരച്ച് കഷ്ടപ്പെടണമെന്നില്ല. ഇതുപോലെ എളുപ്പമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 2 സ്ഥാനങ്ങളും കൂടെ കൂട്ടുക, അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, ഓഡ് വണ്ണിന്റെ ചോദ്യമാണ്. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ചോദ്യമാണ്. ഫൈൻഡ് ദ ഓഡ് വൺ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ലെറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. AEFJEHIL KOPT UYZD. അപ്പൊ ഇതില് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞ ചോദ്യമാണ്. നമുക്ക് ആദ്യം നോക്കാം. ഇതിനകത്ത് ഈ ലെറ്ററുകൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്നത് നമുക്കറിയാം 1ാമത്തെ ലെറ്റർ ആണ്, E എന്ന് പറയുന്ന 5ാമത്തെ ലെറ്റർ ആണ്, F എന്ന് പറയുന്ന 6ാമത്തെ ലെറ്റർ ആണ്, J എന്ന് പറയുന്ന 10ാമത്തെ ലെറ്റർ ആണ്. ഇവിടുത്തെ ഒരു കണക്ഷൻ നോക്കി എത്രയാണ്? ആദ്യം നമ്മൾ +4 ചെയ്തു, വീണ്ടും +1, അടുത്ത ലെറ്റർ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? +4 ചെയ്തു. അത് ഇവിടുത്തെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 1 4 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലെ. ആദ്യം A എന്ന് പറയുന്ന 1ാമത്തെ ലെറ്ററിന്റെ കൂടെ 4 കൂട്ടി 5ാമത്തെ ലെറ്റർ, വീണ്ടും ഒരു ലെറ്റർ കൂടെ കൂട്ടി 6ാമത്തെ ലെറ്റർ, വീണ്ടും 4 ലെറ്ററുകൾക്ക് ശേഷമുള്ള 10ാമത്തെ ലെറ്റർ. അപ്പൊ 4 1 4 ഫോർമാറ്റിലാണ്. ഇനി അടുത്ത് നോക്കാം. E എന്ന് പറയുന്നത് നമുക്കറിയാം 5ാമത്തെ ലെറ്ററും
എച്ച് എന്ന് പറയുന്ന 8ാമത്തെ ലെറ്ററും ഐ എന്ന് പറയുന്ന 9ാമത്തെ ലെറ്ററും എൽ എന്ന് പറയുന്ന 12ാമത്തെ ലെറ്ററുമാണ്. ഇവിടുത്തെ ഫോർമാറ്റ് നോക്കി 5 + 3 ആണ് 8 അല്ലെ. അപ്പൊ +3 ചെയ്തിരിക്കുന്നു. ഇവിടെ വീണ്ടും +1 ചെയ്തിരിക്കുന്നു. വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? +3 ചെയ്തു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഫോർമാറ്റ് നോക്കി +313 ആണ്. ആദ്യം നമുക്ക് 414 ആ പറഞ്ഞത്, ഇപ്പൊ എന്താണ് 313 ആണ്. ബാക്കി ഇവിടെ നോക്കാം. 11ാമത്തെ ലെറ്റർ 15ാമത്തെ ലെറ്റർ ആണ് O, P16 T20. അപ്പൊ നമുക്കറിയാം 11ന്റെ കൂടെ 4 കൂട്ടി 15, 15 + 1 16, 16 4 20. നിങ്ങൾക്ക് പ്ലേസ് വാല്യൂ നോക്കി എഴുതി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എണ്ണി ചെയ്യാം. എന്താണ് KLMNO അങ്ങനെ എണ്ണി ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. 414. അടുത്ത് നോക്കാം. UYZD ആണ്. U എന്ന് പറഞ്ഞ 21ാമത്തെ ലെറ്റർ ആണ്. Y എന്ന് പറഞ്ഞ 25ാമത്തെ ലെറ്റർ. ഇത് 26ാമത്തെ ലെറ്റർ. ഇനി 26 കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ലെറ്റർ ഇത് 4ാമത്തെ ലെറ്റർ ആണ്. 21ന്റെ കൂടെ 4 കൂട്ടിയാണ് 25, 25 + 1 ആണ് 26, 26 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ABCD. അപ്പൊ 4ാമത്തെ ലെറ്റർ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് 414 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഒറ്റയാനാലും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ബാക്കി 3 എണ്ണവും 414 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ വന്നിരിക്കുന്നത്. ഇത് മാത്രം EHIL മാത്രം എന്താണ് 313 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 313 അതുകൊണ്ട് EHIL ആണ് ഇവിടുത്തെ ഓട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ടൈം ഗിവൻ ബിലോ 10:10 അല്ലെ. 10:10 എന്ന് പറയുന്ന സമയത്തിന്റെ കോണളവ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 10:10 എന്ന് പറയുന്ന സമയത്തിന്റെ കോണളവ് കണ്ടുപിടിക്കാം. നമുക്ക് കോണളവ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് വിധത്തില് രണ്ടല്ല വരച്ച് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ അത് മാത്രമല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഇക്വേഷനോട് ചെയ്ത് നോക്കാം. ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 30h - 11/2 m. ഇതാണ് ഇക്വേഷൻ അല്ലെ. 30h - 11/2. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. നമുക്കറിയാം 30 × ഇക്വേഷൻ നമുക്കറിയാം h എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കൊടുക്കുക. 10 മണി അല്ലെ, 10 മണിയാണ് സമയം. അതുകൊണ്ട് തന്നെ 10 കൊടുക്കുക. 11/2 ഒരു ഫിക്സഡ് വാല്യൂ ആണ്. എമ്മിന്റെ സ്ഥാനത്തേക്ക് എന്ത് കൊടുക്കുക? മിനിറ്റ് കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ 30 × 10 - 11/2 × മിനിറ്റ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 10 തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 30 × 10 എത്രയാണ്? 300 മൈനസ് 2 കൊണ്ട് 10നെ കട്ട് ചെയ്താൽ നമുക്കറിയാം 5 കിട്ടും. 11 5 55. 300 ൽ 55 കുറച്ചാൽ എത്രയാണ്? 245 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ ഓപ്ഷനിലൊന്നും നോക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഉത്തരവില്ല. എപ്പോഴും നമുക്കറിയാം ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ ഒരു സമയത്തിന്റെ ആംഗിള് ഏറ്റവും വലിയ കോൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതിന് മുകളിലേക്ക് ഒരു ഉത്തരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്ന് കുറയ്ക്കണം. 360 മൈനസ് 245. അപ്പൊ എത്ര കിട്ടും? 115 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലെ, 115 ഡിഗ്രി അല്ലെ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് സമയത്തിന്റെ ആംഗിൾ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഷോർട്ട് കട്ടാണ് 10:10 എന്ന് പറയുന്ന സമയത്തിന്റെ. ആദ്യം നമ്മൾ മണിക്കൂർ സൂചിയുടെ സ്ഥാനം 10:10 എന്ന് പറയുന്ന സമയത്തിന് മണിക്കൂർ സൂചി തീർച്ചയായിട്ടും എവിടെ ആയിരിക്കും? 10-ലായിരിക്കും. മൈനസ് അടുത്തത് 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? മിനിറ്റ് സൂചി 2-ലായിരിക്കും. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി നിൽക്കുന്നത് 2-ലായിരിക്കും. 10ൽ നിന്ന് 2 കുറച്ച് നമുക്കറിയാം എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഈ 8നെ ഇവിടെ മൈനസ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ചിഹ്നം മാറിപ്പോലും നമ്മൾ ഇക്വേഷൻ കിടക്കുന്ന പോലെ തന്നെ കേട്ടോ മൈനസ്. ആ മൈനസ് തന്നെ അവിടെ ഉപയോഗിക്കേണ്ടത്. 10ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. 8നെ 30 കൊണ്ട് ഗുണിക്കുക. ഇക്വേഷനുള്ള 30 അല്ലെങ്കിൽ ഓരോ മണിക്കൂറിന്റെ ഇടയ്ക്കുള്ള കോണളവായ 30 കൊണ്ട് ഗുണിക്കുക. പ്ലസ് മിനിറ്റിന്റെ പകുതി 10ന്റെ പകുതി 5 എന്നൂടെ പറയാം. ആദ്യം മണിക്കൂർ സൂചിയുടെ സ്ഥാനം ഇറക്കി എഴുതുക. മൈനസ് മിനിറ്റിന്റെ സ്ഥാനം 10 എന്ന് പറയുമ്പോൾ 2-ലായിരിക്കും. 10ൽ നിന്ന് 2 കുറച്ച് നമുക്ക് 8 ആണ്. 8നെ 30 കൊണ്ട് ഗുണിക്കുക പ്ലസ് 5. അപ്പൊ നമുക്കറിയാം 8 × 30 240 പ്ലസ് 5 245. ഇനി നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ 360 245 കുറച്ച് എത്ര കിട്ടും? 115 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഈ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഷോർട്ട് കട്ടിലൂടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ 2:30 പോലുള്ള സമയങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മണിക്കൂർ സൂചിയുടെ സ്ഥാനം 2 ഇറക്കിയിടുന്നു. മൈനസ് 30 എന്ന് പറയുമ്പോൾ സൂചി നമുക്കറിയാം 6-ലാണ്. ഈ 2 - 6 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഷോർട്ട് കട്ട് പഠിക്കുന്നവർ ശ്രദ്ധിക്കണം. 2ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്കറിയാം ചെറുതിൽ നിന്ന് വലത് കുറച്ച മൈനസ് ഇടണോ എന്നുള്ള കാര്യം മറന്നുപോലെ. -4 എഴുതാവുള്ളൂ. വെറും 4 എഴുതി വെച്ചാൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരം തെറ്റിപ്പോകും. -4 എഴുതുക. -4 × 30 പ്ലസ് 30ന്റെ പകുതി എത്രയാണ്? 15. ഓക്കെ, അപ്പൊ നമുക്കറിയാം -4 × 30 എത്രയാണ്? -120 ആണല്ലേ. മൈനസിന്റെ പ്ലസ് മൈനസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ -120 പ്ലസ് 15. ഓക്കെ,
അപ്പൊ 120 15 കുറച്ച് നമുക്കറിയാം വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടും. ചിഹ്നം ഇടണമെന്നില്ല, വലുതിന് ചെറുത് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 105 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ശരി ഉത്തരമായിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. If the time on a clock looking in the mirror is 3:30, then what is the actual time on the clock? ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 3:30 എന്നാണ് കാണിക്കുന്നതെങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയാണെന്നാണ് ചോദ്യം, അല്ലെ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ചോദ്യത്തിലെ സമയം കണ്ണാടി കൂടെ കാണിക്കുന്ന സമയം പറഞ്ഞിരിക്കുന്നത് മിനിറ്റ് ഇല്ലാത്തൊരു സമയമാണോ ശ്രദ്ധിക്കുക. മിനിറ്റ് ഇല്ലാത്തൊരു സമയമാണെങ്കിൽ ആ സമയത്തിന് 12 എന്ന് കുറച്ചാൽ മതി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ 4 മണി 5 മണി 10 മണി ഇങ്ങനെയുള്ള ഏത് സമയമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ 4 മണിയാണെങ്കിൽ 12 - 4 എത്രയായിരിക്കും? 8 ആയിരിക്കും നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. പക്ഷെ മിക്കവാറും ചോദ്യങ്ങളെല്ലാം എന്തുണ്ടാവും? മിനിറ്റ് ഉണ്ടാവും. മിനിറ്റ് ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം 11-ന് താഴെയുള്ള സമയമാണോ നോക്കണം. 11-ന് താഴെയുള്ള സമയമാണെങ്കിൽ ആ സമയത്തിലെ 11:60 എന്ന് കുറയ്ക്കണം. 11-ന് താഴെയുള്ള സമയങ്ങൾ ഏതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 1 മണി സംതിങ് തൊട്ട് 10 സംതിങ് വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11:60 എന്ന് കുറയ്ക്കണം. ഇനി 11-ന് മുകളിലുള്ള സമയമാണെങ്കിലോ? 11-ന് മുകളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആകെ 2 സമയമുള്ളൂ, 11 സംതിങ്ങും 12 സംതിങ്, അല്ലെ? ആ 2 സമയങ്ങളാണെങ്കിൽ 23:60 എന്ന് കുറയ്ക്കുക. ഇക്കാര്യം പറഞ്ഞതുപോലെ അപ്പൊ എന്താണ്? 11-ന് താഴെയുള്ള സമയങ്ങളാണെങ്കിൽ 11:60 എന്ന് കുറയ്ക്കുക. 11-ന് മുകളിലുള്ള സമയമാണെങ്കിലോ 23:60 എന്ന് കുറയ്ക്കുക. നമുക്കറിയാം നമ്മുടെ സമയം 11-ന് താഴെയല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11:60 നിന്ന് ആ തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക 3:30. അപ്പൊ നമുക്കറിയാം 60-ന് 30 കുറച്ച് എത്രയാണ്? 30 ആണ്. 8. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. എത്രയാണ്? 8. അപ്പോൾ ശ്രദ്ധിക്കുക, 11-ന് താഴെയുള്ള സമയങ്ങൾ 11:60, 11-ന് മുകളിലുള്ള സമയങ്ങൾ 23:60 കുറയ്ക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How many times in a day will the minute hand and hour hand of the clock reach 0 degree? ഓക്കെ, ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസത്തിൽ എത്ര തവണ 0 ഡിഗ്രിയിലാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു 0 ഡിഗ്രി ഉണ്ട്. എന്താണ്? 12 മണി. കൃത്യം 0 ഡിഗ്രി. ഒരു സൂചിയുടെ പുറത്ത് മറ്റൊരു സൂചി വരുന്നു, അല്ലെ? അപ്പോൾ എന്താണ്? 0 ഡിഗ്രിയാണ്. അപ്പോൾ 12 മണി കൃത്യം 0 ഡിഗ്രിയാണ്. പിന്നെ അടുത്ത 0 ഡിഗ്രി എപ്പോഴായിരിക്കും? അടുത്ത 0 ഡിഗ്രി 1:05 എന്ന് പറയുന്ന സമയം. കൃത്യം 1:05 അല്ല, 1:05-ന്റെ ആംഗിൾ നമുക്കറിയാം 2.5 മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒരേ നമ്പറിൽ വന്നാൽ കോണളവ് എന്തായിരിക്കും? മിനിറ്റിന്റെ പകുതി ആയിരിക്കും. 1:05-ന്റെ കോണളവ് എന്ന് പറഞ്ഞാൽ 5-ന്റെ പകുതിയായ 2.5 ഡിഗ്രി ആയിരിക്കും. 2:10 2:10-ന്റെ ആംഗിൾ എത്രയായിരിക്കും? 10-ന്റെ പകുതി 5 ആയിരിക്കും. 3:15 15-ന്റെ പകുതി 7.5 ആയിരിക്കും. അപ്പൊ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ നമ്പറിൽ വരുന്ന സമയങ്ങളിൽ കോണളവ് മിനിറ്റിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം 12 മണിയിൽ 0 ആണെന്ന് അറിയാം. മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒരേ നമ്പറിൽ വന്നാലും ഒരു സൂചിയുടെ പുറത്ത് മറ്റൊരു സൂചി നിൽക്കുന്ന സമയമാണ് ഈ 12 മണി എന്ന് പറയുന്നത്. 0 ഡിഗ്രിയാണ്. പിന്നെ 1:05 കഴിയുമ്പോൾ ഒരു 0 ഡിഗ്രി ഉണ്ടാവും. കൃത്യം 1:05 അല്ല, 1:05 കഴിയുമ്പോൾ, 2:10 കഴിയുമ്പോൾ, പിന്നെ എപ്പോഴാണ്? 3:15 കഴിയുമ്പോൾ, 4:20 കഴിയുമ്പോൾ, 5:25 കഴിയുമ്പോൾ, 6:30 കഴിയുമ്പോൾ, 7:35 കഴിയുമ്പോൾ. അങ്ങനെയൊക്കെ ആണെങ്കിൽ 12 മണിക്കൂറിൽ എത്ര ഉണ്ടാവും? നമുക്ക് പെട്ടെന്ന് 12 ആണെന്നൊക്കെ തോന്നും. പക്ഷേ 11 തവണയായിരിക്കും എന്തുണ്ടാവുന്നത്? 0 ഡിഗ്രി ഉണ്ടാകുന്നത്. 12 മണിക്കൂറിൽ 11 തവണയും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും? 22 തവണയും എന്തുണ്ടാവും? 0 ഡിഗ്രികൾ ഉണ്ടാവും. മറന്നുപോലെ 12 മണിക്കൂറിൽ 11 തവണയും 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ 22 തവണയും ഉണ്ടാവും. അപ്പൊ നമുക്ക് വളരെ സംശയം വരും. കാരണം 12 മണിയിൽ 0 ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞു. 1:05 കഴിയുമ്പോഴും 2:10 കഴിയുമ്പോഴും അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂറിൽ 12 വരേണ്ടതല്ലേ? എവിടെ മിസ്സായി പോവും? 11:55 എന്ന് പറയുന്ന ഒരു സമയത്തിൽ 0 ഡിഗ്രി സംഭവിക്കില്ല. കാരണം നമുക്കറിയാം 11:55 എന്ന് പറയുമ്പോൾ 11:55 എന്ന് പറയുന്ന സമയത്തില് മിനിറ്റ് സൂചി 11-ലായിരിക്കും. പക്ഷെ മണിക്കൂർ സൂചിയും 11-ലായിരുന്നെങ്കിൽ 0 ഡിഗ്രി സംഭവിച്ചേനെ. പക്ഷെ മണിക്കൂർ സൂചി എവിടെയായിരിക്കും? 12-ലേക്ക് കയറാൻ റെഡിയായിട്ട് ഇങ്ങനെയായിരിക്കും നിൽക്കുക. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. 11:55 എന്ന് പറയുന്ന ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ക്ലോക്ക് നോക്കിയാൽ മതി. ഇങ്ങനെയായിരിക്കും ഏകദേശം 11:55 സമയം നിൽക്കുന്നത്. ഇതൊരു 0 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റുമോ? ഈ സൂചി മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയുടെ പുറത്ത് വന്നാലേ എന്തുണ്ടാവുള്ളൂ? 0 ഡിഗ്രി ഉണ്ടാവുള്ളൂ. ഈ സൂചി പുറത്ത് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ 12-ന്റെ മുകളിൽ എത്തുമ്പോൾ, ഇവിടുന്ന് ഇച്ചിരി നീങ്ങി കഴിഞ്ഞാൽ ഈ സൂചി മണിക്കൂർ സൂചിയുടെ മുകളിലേക്ക് ഈ സൂചി വരും. പക്ഷെ അപ്പൊ എത്ര മണിയായി പോകും? 12 മണിയായി പോകും. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? 12 മണി 0 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഓക്കെ, അപ്പൊ 11:55 എന്ന് പറയുന്ന സമയത്തിൽ എന്ന് പറഞ്ഞാൽ 11 മണിയിൽ ഒരു 0 ഡിഗ്രി ക്ലോക്കിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 12 മണിക്കൂറിൽ 12 ഇല്ല, പകരം 11 ഉള്ളൂ. അപ്പൊ 24 മണിക്കൂറിൽ എത്രയായിരിക്കും? 22 തവണയേ ഉള്ളൂ, അല്ല? ഈ ചോദ്യം ഉണ്ടല്ലോ സാധാരണ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്
ക്രോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസത്തിൽ എത്ര തവണ ക്രോസ് ചെയ്യും? അപ്പോൾ 0 ഡിഗ്രിക്ക് പകരമായിട്ട് ചോദിക്കാൻ കഴിയുന്ന 0 ഡിഗ്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 ഡിഗ്രിക്ക് പകരമായിട്ട് ഒന്നിക്കുക, മലയാളത്തിലാണെങ്കിൽ ഒന്നിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ചിലപ്പോൾ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയും. അതുപോലെ തന്നെ ക്രോസ് ചെയ്യുക. ഒരിക്കൽ CSCB ചോദിച്ചൊരു ചോദ്യം, എത്ര തവണ ക്രോസ് ചെയ്ത് പോകുമെന്ന് ചോദിക്കും. ക്രോസ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ പരസ്പരം സൂചിയുടെ പുറത്ത് മറ്റേ സൂചി ക്രോസ് ചെയ്ത് പോകത്തില്ലേ, അങ്ങനെ ചോദിച്ചു. അപ്പൊ എന്താണെങ്കിലും ഉത്തരം എത്രയാണ്? 12 മണിക്കൂറാണ് ചോദിക്കുന്നത്, 11 എഴുതാം. 24 മണിക്കൂറാണെങ്കിൽ 22 എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. റേഷ്യോ പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് A is to B is equal to 2:3, B is to C is equal to 4:5, C is to D is equal to 6:7, then A is to B is to C is to D. റേഷ്യോ കമ്പൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതും പല രീതിയിൽ ചെയ്യാം. ചിലർ നമ്മൾ വരച്ചൊക്കെ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്. വരച്ച് ചെയ്യാം. അത് നല്ലത്. എനിക്കൊന്ന് നോർമലായിട്ട് നമുക്ക് എഴുതി ചെയ്യാം. വരയൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാണെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ നോർമലി ചെയ്യാം. അപ്പോൾ 4 റേഷ്യോനെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോകണല്ലേ. അപ്പൊ 4 A is to B തന്നിട്ടുണ്ട്, B is to C, C is to D. ഇതിനെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് A is to B is to C is to D, മൊത്തം 3 റേഷ്യോ നമ്മൾ കമ്പൈൻ ചെയ്ത് ഈ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പോകാം. അപ്പൊ നമുക്ക് എന്ന് എടുത്ത് എഴുതാം. ആദ്യം A, B, C, D. അല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്നിട്ട് എന്ത് ചെയ്യാം? ആദ്യം എയുടെ താഴത്ത് 2 എഴുതാം, ബിയുടെ താഴത്ത് നമുക്ക് എന്ത് എഴുതാം? 3 എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റേഷ്യോ കഴിഞ്ഞു. A is to B, 2 is to 3 എന്ന് എഴുതിയാൽ. അടുത്തത് B is to C. അപ്പൊ ബിയുടെ ഒരു റേഷ്യോ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? നേരെ തൊട്ട് താഴത്ത് എഴുതണേ. ബിയുടെ തൊട്ട് താഴത്തായിട്ട് ഒരെണ്ണം എഴുതിയല്ലോ, അതുകൊണ്ട് നമ്മൾ 4 is to സിയുടെ താഴത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 5 എഴുതി. നേരെ തന്നെ എഴുതണം. ഇവിടെ കൊണ്ട് എഴുതി വെക്കരുത്, നേരെ തന്നെ എഴുതുക. അടുത്ത എന്താണ്? C is to D എന്ന് പറയുന്നത് എത്രയാണ്? 6 is to 7. അപ്പൊ നേരെ സിയുടെ താഴത്ത് ഇവിടെ ഒരു റേഷ്യോ കിടപ്പുള്ളതുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത റോയിൽ എഴുതുക 6 is to 7. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്തായാലും ഇങ്ങനെ ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് ഇവിടെയും ഒരു നമ്പർ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്, ഇവിടെ ഒരു നമ്പർ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഈ റോയിലാണെങ്കിൽ ഇവിടെയും ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ ആണെങ്കിലോ ഇവിടെയും ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ എല്ലാം കൂടെ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണിച്ച് എഴുതി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ റോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എയുടെ തൊട്ട് താഴെ 2 ഉണ്ട്, ബിയുടെ തൊട്ട് താഴെ 3 ഉണ്ട്. ഇനി ഇവിടെ രണ്ടിടത്തുമല്ലേ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളാരാണ്? 3 അല്ലേ. ആ 3നെ തന്നെ നേരെ എടുത്ത് ഇവിടെ എഴുതി വെക്കുക. 3, ഇതേ 3നെ തന്നെ വീണ്ടും എടുത്ത് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഇവിടെയാണ്. അപ്പൊ ഇതേ റോയിൽ തന്നെയുള്ള ഇവിടെയുള്ള ആളാരാണെന്ന് നോക്കി 5 അല്ലേ. ഈ 5നെ തന്നെ എടുത്ത് ഇവിടെ എഴുതി വെക്കുക. ഇനി ഇവിടെ എഴുതാനായിട്ട് ഇവിടെ അടുത്ത് കിടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അതാണ് 4 അല്ലേ. 4 തന്നെ ഇവിടെ എടുത്ത് എഴുതി വെക്കുക. ഇനി ഇവിടെ രണ്ടിടത്ത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഇവിടെ നേരെ 6 അല്ലേ. ഇവിടെ അടുത്ത് കിടക്കുന്ന ആരാണ്? ഈ റോയിൽ തന്നെ കിടക്കുന്ന 6 അല്ലേ. 6 നേരെ എടുത്ത് ഇങ്ങോട്ട് എഴുതി വെക്കുക. വീണ്ടും 6 എടുത്ത് ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എന്തെങ്കിലും ഗുണിക്കാം. അപ്പൊ എത്രയാണ്? 4 2 12, 4 2 8, 8 48, 48. അതുപോലെ തന്നെ 4 3 12, 12 6 72. അതുപോലെ തന്നെ 5 ഗുണം 3 15, 15 ഗുണം 6 90, 5 ഗുണം 3 15, 15 എത്രയാണ്? 105. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന രൂപത്തിലല്ല കിടക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? 48 is to 90 is to 105. ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും സംഖ്യ കൊണ്ട് എല്ലാത്തിനും ഒരേപോലെ വെട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടിച്ചെറുതാക്കി നമുക്ക് ഉത്തരം എഴുതി വെക്കാം. പക്ഷെ ഇവിടെ നമുക്ക് എന്തായാലും വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്ത രൂപത്തിലേക്കാണ് ഉത്തരം വന്നിരിക്കുന്നത്. അപ്പൊ 48 is to 72 is to 90 is to 105. ഇതാണ് നമുക്ക്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുവാണ്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പരീക്ഷകൾക്കായിട്ട് ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടൊക്കെ പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.